ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പാലപ്പവും വറുത്തരച്ച കടലക്കറിയും. ഞാൻ വട്ടയപ്പത്തിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിരുന്നു. വട്ടയപ്പത്തിന് മാവ് തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് പാലപ്പത്തിനും മാവ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമുക്ക് പാലപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം. കുറച്ച് മാവെടുത്ത് പാവ് കാച്ചിയതിന് ശേഷം ബാക്കി പച്ചരിയും തേങ്ങ കുറച്ച് മതി, അര മുറി തേങ്ങ മതിയാവും. ഈസ്റ്റും പഞ്ചസാര ഇവ ചേർത്ത് ഈ പാവ് കാച്ചിയതും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. പാലപ്പം തയ്യാറാക്കുകയാണ്. അതിനായി കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം മാവ് ഇളക്കിയെടുത്ത് അപ്പച്ചട്ടിയിൽ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അടച്ചു വയ്ക്കും. ഇപ്പം നല്ല സോഫ്റ്റ് പാലപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തരച്ച കടലക്കറി ഉണ്ടാക്കാം. അതിനായി കുറച്ച് തേങ്ങ ചീനച്ചട്ടിയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരു അരമുറി തേങ്ങ അതുപോലും വേണ്ട, ശകലം തേങ്ങ മതി. അത് ഒരു നിറം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാലപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി ഇട്ടതിന് ശേഷം ആറിക്കഴിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരപ്പ് നല്ലതുപോലെ അരച്ചെടുക്കും. അത് മാറ്റി വെച്ചതിന് ശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് വറുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് ഇളക്കിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർക്കും. അതിനുശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിലേക്കിട്ട് അരപ്പും കൂടെ ചേർത്ത് ഇളക്കി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ അടച്ചു വെച്ച് കുറച്ച് നേരം അടപ്പത്ത് വെച്ച് വേവിക്കാം. ഇപ്പോൾ പാലപ്പവും കടലക്കറിയും തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.